മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. യുദ്ധവുമായി ബന്ധപ്പെട്ട് വളരെ പ്രതീക്ഷ നൽകുന്ന കുറച്ച് വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട്. പാകിസ്ഥാന്റെ തോന്നിവാസവും വന്നിട്ടുണ്ട്. നമുക്ക് അതിനെ കുറിച്ചൊക്കെ തന്നെ ഒന്ന് പരിശോധിക്കാം. ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാന് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് വ്യക്തമായിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നു, ഞങ്ങൾ ഒരു ആണവ ആയുധ നിർമ്മാണ പൂർത്തീകരണത്തിലേക്ക് പോവില്ല, ഞങ്ങൾ ആണവ ആയുധം നിർമ്മിക്കുന്നില്ല. ഞങ്ങളുടെ ഈ ഒരു വിഷയത്തില് ബ്രിക്സിന്റെ അധ്യക്ഷത വഹിക്കുന്ന ഇന്ത്യ ഇതിൽ ഇടപെട്ടുകൊണ്ട് യുദ്ധം അവസാനിപ്പിക്കണമെന്ന് വ്യക്തമായിട്ട് ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാന് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ പ്രധാനമന്ത്രി ഇറാന്റെ പ്രസിഡന്റിനെ ഫോണിൽ വിളിച്ചതുമായി ബന്ധപ്പെട്ട് നമ്മുടെ പ്രധാനമന്ത്രി എക്സിൽ ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് ഞാൻ വായിച്ചു കേൾപ്പിക്കാം. പ്രസിഡന്റ് ഡോക്ടർ മസൂദ് പെസഷ്കിയാനുമായിട്ട് സംസാരിച്ചു, ഈദ് നൗറൂസ് ആശംസകൾ അറിയിച്ചു. ഈ ഉത്സവകാലം പശ്ചിമേഷ്യക്ക് സമാധാനവും സ്ഥിരതയും സമൃദ്ധിയും കൊണ്ടുവരുമെന്ന് ഞങ്ങൾ പ്രത്യാശ പ്രകടിപ്പിച്ചു. മേഖലയിലെ നിർണായക അടിസ്ഥാന സൗകര്യങ്ങൾക്കെതിരായ ആക്രമണങ്ങളെ അപലപിച്ചു. ഇത് പ്രാദേശിക സ്ഥിരതയെ ഭീഷണിപ്പെടുത്തുകയും ആഗോള വിതരണ ശൃംഖലകളെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു. നാവിഗേഷൻ സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നതിന്റെയും കപ്പൽ പാതകൾ തുറന്നതും സുരക്ഷിതവുമായി തുടരുന്നുവെന്ന് ഉറപ്പാക്കുന്നതിന്റെ പ്രാധാന്യം ആവർത്തിച്ചു. ഇറാനിലെ ഇന്ത്യൻ പൗരന്മാരുടെ സുരക്ഷയ്ക്കും ഇറാന്റെ തുടർച്ചയായ പിന്തുണയെ അഭിനന്ദിച്ചു. അതായത് നമ്മുടെ രാജ്യവും ഇറാനും നല്ല ബന്ധത്തിൽ തന്നെയാണ് നിലവിലും മുന്നോട്ട് പോകുന്നത്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇറാൻ ഔദ്യോഗികമായിട്ട് നമ്മുടെ പ്രധാനമന്ത്രിയോട് ഈ യുദ്ധ വിഷയത്തിൽ ഇടപെട്ട് ഇതൊന്ന് അവസാനിപ്പിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. പ്രധാനമായിട്ടും അമേരിക്കയും ഇസ്രായേലും ഉയർത്തിപ്പിടിച്ചിട്ടുണ്ടായിരുന്നത് ആണവ ആയുധ നിർമ്മാണത്തിന് ഇറാൻ തുനിഞ്ഞിറങ്ങുന്നു, അത് ഞങ്ങൾ അംഗീകരിക്കില്ല എന്നുള്ളതാണ് ഇസ്രായേലും ഇറാനും ഒരേപോലെ ഉയർത്തിപ്പിടിക്കുന്നത്. തീർത്തും ന്യായമായിട്ടുള്ള ആവശ്യം തന്നെയാണ് ഇസ്രായേലും അമേരിക്കയും ഉയർത്തിപ്പിടിക്കുന്നത്. ഇറാൻ ഒരു ആണവ ആയുധ നിർമ്മാണ പൂർത്തീകരണത്തിലേക്ക് എത്തിയാൽ ആദ്യം ഇറാൻ ഇസ്രായേലിനെ തുടച്ചു നീക്കും എന്നുള്ളതൊക്കെ ലോകം അറിയുന്നൊരു സത്യം തന്നെയാണ്. അതുകൊണ്ട് തീർത്തും ജീവിക്കാനുള്ള ഇസ്രായേലിന്റെ അവകാശമാണ് ആണവ ആയുധ പൂർത്തീകരണത്തിലേക്ക് ഇറാൻ വരികയാണെങ്കിൽ ആ ഇറാന്റെ ആണവ ആയുധ കേന്ദ്രങ്ങളെ അടിച്ച് തകർക്കുക എന്നുള്ളത് വ്യക്തമായിട്ട് ഇറാന്റെ പ്രസിഡന്റ് ഉയർത്തിപ്പിടിക്കുന്നു. നമ്മുടെ പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നു, ഇതൊന്ന് എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിപ്പിക്കാൻ. യഥാർത്ഥത്തില് ഇറാൻ ഏകദേശം പെട്ടിരിക്കുക, അവരുടെ കയ്യിലുള്ള ആയുധങ്ങളൊക്കെ ദിനം പ്രതി തീർന്നുകൊണ്ടിരിക്കുന്നു. അത്തരത്തിലേക്ക് ഇറാൻ എത്തി എന്നതിന്റെ കൃത്യമായ ഒരു സന്ദേശമാണ്. എന്തൊക്കെ തന്നെയായാലും ഈ യുദ്ധം അവസാനിക്കേണ്ടത് ലോകത്തിന്റെ ഒരു ആവശ്യം കൂടിയാണ്. നമ്മുടെ പ്രധാനമന്ത്രിയെ ഇറാൻ പോലും നമ്മുടെ പ്രധാനമന്ത്രിക്ക് അരികിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക. കാരണം എന്താ, ഇസ്രായേലിനോടും അമേരിക്കയോടും ഈ പറയുന്ന നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഒരു ആവശ്യം മുന്നോട്ട് വെച്ചാൽ അവർ അംഗീകരിക്കും. ഇറാനോട് നമ്മുടെ പ്രധാനമന്ത്രി ഒരു ആവശ്യം മുന്നോട്ട് വെച്ചാൽ ഇറാൻ അംഗീകരിക്കും. അങ്ങനെ ലോകത്തെ ഏറ്റവും വലിയൊരു വിഷയത്തിൽ പോലും നമ്മുടെ പ്രധാനമന്ത്രിയാണ് മധ്യസ്ഥത വഹിക്കാൻ ലോകം ആഗ്രഹിക്കുന്നത്. അത്തരത്തിലേക്ക് ഇന്ത്യ വളർന്നു. പണ്ട് കോൺഗ്രസ് ഭരിക്കുമ്പോ അമേരിക്ക എന്തു പറയുന്നോ അവരുടെ മൂട്ടിൽ പോയിട്ട് തലയാട്ടിയിരുന്ന ഇന്ത്യയല്ല പുതിയ ഭാരതം എന്ന് പറയുന്നത്, നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരതം എന്ന് പറയുന്നത്. ഇന്ന് നരേന്ദ്രമോദി ലോകത്തൊരു നിർണായക ശക്തിയായി, ഭാരതം ഒരു നിർണായക ശക്തിയായിട്ട് മാറുന്നു. അതിൻ്റെയൊക്കെ ഏറ്റവും വലിയ തെളിവല്ലേ യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോയോ നമ്മുടെ തീരത്തേക്ക് കപ്പലുകൾ എത്തിക്കൊണ്ടിരിക്കുക. അമേരിക്കയിൽ നിന്നുള്ള LPG-യും റഷ്യൻ ക്രൂഡ് ഓയിലും നമ്മുടെ രാജ്യത്തേക്ക് എത്തിക്കഴിഞ്ഞു. എണ്ണ ടാങ്കർ അക്വാ ടൈറ്റാൻ മംഗലാപുരത്ത് നങ്കൂരമിട്ടിരിക്കുന്നു. ഓരോ മലയാളിയും തിരിച്ചറിയാ, ലോകത്ത് എന്ത് യുദ്ധം കൊടുമ്പിരി കൊണ്ടാലും നമ്മുടെ രാജ്യത്തെ ജനതക്ക് ആവശ്യമുള്ളത് എന്തോ അത് നമ്മുടെ പ്രധാനമന്ത്രിയുടെ മികവിനാൽ നമ്മുടെ രാജ്യത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതും നമ്മുടെ പ്രധാനമന്ത്രിയുടെ മികവ. മറ്റൊരു വാർത്ത വന്നിട്ടുണ്ട് പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട്.
ഞാൻ ആ വാർത്തയുടെ സ്ക്രീൻഷോട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ പാകിസ്ഥാൻ വ്യക്തമായിട്ട് വിളിച്ചു പറയാണ്, അമേരിക്ക നമ്മളെ ആക്രമിച്ചാൽ മുംബൈയിലും ഡൽഹിയിലും ബോംബിടും. മുൻ പാകിസ്ഥാൻ സ്ഥാനപതി അബ്ദുൽ ബാസിദാണ് ഈ പ്രഖ്യാപനം നടത്തിയത്. ഇതിവിടെയുള്ള ജിഹാദി നിറികെട്ടവന്മാര് കേൾക്കണം. ഇറാൻ ഇപ്പൊ എന്താ ചെയ്യുന്നത്? UAE ഉൾപ്പെടെ എയർപോർട്ടിലേക്ക്, ബിൽഡിങ്ങുകളിലേക്ക്, സ്ഥാപനങ്ങളെ, ബാങ്കുകളെയൊക്കെ ലക്ഷ്യം വെച്ച, അല്ലാതെ ഈ പറയുന്ന US-ന്റെ ഈ ആർമി ബേസിലേക്കൊന്നല്ല അടി നടക്കുന്നത്. അത് ഗൾഫിലുള്ള ആളുകൾക്ക് വ്യക്തമായിട്ട് അറിയാം. UAE കൃത്യമായിട്ട് വിമാനത്താവളങ്ങളെ, ബാങ്കുകളെ, സ്ഥാപനങ്ങളെ ഇറാൻ ലക്ഷ്യം വെച്ചു തുടങ്ങി. അതേ ശൈലിയല്ലേ പാകിസ്ഥാനും ഇപ്പൊ പറയുന്നത്? ഞങ്ങളെ അമേരിക്ക ആക്രമിച്ചാല് ഞങ്ങൾ ഡൽഹിയിലും മുംബൈയിലും ബോംബ് ഇടുന്നുള്ളത് ഈ പാകിസ്ഥാന്റെ ഒപ്പാണോ? ഈ വിഷയത്തിലും നമ്മുടെ കേരളത്തിലെ ജിഹാദികള്, ഇവിടെ കുറെ ആളുകൾ പറയുന്നുണ്ട് ഇറാൻ ചെയ്യുന്നത് എന്തോ പുണ്യമാണ് എന്ന രീതിയിൽ. ഇറാൻ ചെയ്യുന്നത് നിറകേടാ. ഗൾഫ് രാജ്യങ്ങളെയാണ് ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതേ ജിഹാദി ഭീകര പാകിസ്ഥാനും പറയുന്നു ഞങ്ങൾ അമേരിക്ക ആക്രമിച്ചാൽ മുംബൈയിലേക്കും ഡൽഹിയിലേക്കും ഞങ്ങൾ ആക്രമണം നടത്തുന്നു. അത് പിന്നെ പാകിസ്ഥാന്റെ അവസാനമായിരിക്കും. രാജ്യം ഭരിക്കുന്നത് കോൺഗ്രസ് അല്ല. മുംബൈ ഭീകരാക്രമണത്തിൽ 175 പേരെ പാകിസ്ഥാൻ ഭീകരർ കൊലപ്പെടുത്തിയിട്ടും അതിനെതിരെ ഒരു അക്ഷരം പറയാതെ അമേരിക്കയുടെ പ്രസിഡന്റും US സ്റ്റേറ്റ് സെക്രട്ടറി ഒക്കെ പറഞ്ഞത് കേട്ട് മുന്നോട്ട് പോകാൻ ഈ പറയുന്ന P. ചിദംബരം ഉൾപ്പെടെയുള്ള ആളുകളല്ല രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി. രാജ്യത്തെ ശക്തമായ ഭരണാധികാരികളാ ഈ രാജ്യം ഭരിക്കുന്നത്, കോൺഗ്രസ് അല്ല. കോൺഗ്രസ് രാജ്യം ഭരിച്ച സമയത്ത് മുംബൈ ഭീകരാക്രമണത്തിന് പോലും മറുപടി പാകിസ്ഥാന് കൊടുത്തിട്ടില്ല. അതേ സമയത്ത് നരേന്ദ്രമോദി സർക്കാരിന്റെ കാലത്ത് എന്ത് സംഭവിച്ചാലും അതിന് തിരിച്ചടിയാ. നമ്മുടെ മുംബൈയെയും നമ്മുടെ ഡൽഹിയെയൊക്കെ ലക്ഷ്യം വെച്ചാൽ തന്നെ പാകിസ്ഥാനിൽ ആ ലക്ഷ്യം വെച്ചവരുടെ അടിവേര് തന്നെ ഇപ്പോ ഇന്ത്യൻ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ തോണ്ടിയിട്ടുണ്ടാവും എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. ഏതായാലും ലോകത്ത് ജിഹാദികൾ ഈ പൊട്ടിത്തെറിയും ആക്രമണവും അല്ലാതെ അവർക്ക് മറ്റൊന്നുമില്ല എന്നുള്ളതിന്റെ മറ്റൊരു ലേറ്റസ്റ്റ് തെളിവാ. പാകിസ്ഥാൻ എന്ന ഭീകര രാജ്യം നമ്മുടെ രാജ്യത്തേക്ക് ആക്രമിക്കുന്ന പറയുന്നത്. അതേ ശൈലി തന്നെയല്ലേ ഇറാൻ എന്ന ഇറാനിലെ മതഭ്രാന്തന്മാർ ഇപ്പോ ഗൾഫ് രാജ്യങ്ങളിലേക്ക് ആക്രമണം നടത്തുന്നത്. കുറെ മരമൊണ്ണ ജിഹാദികളുണ്ട് കേരളത്തില്. ഇപ്പൊ ഇറാന്റെ ഒപ്പയാ. നമ്മളിൽപ്പെട്ട ലക്ഷക്കണക്കിന് മലയാളികള് ഗൾഫിൽ ജോലി ചെയ്യാം. മലയാളികളെ എന്നല്ല, രാജ്യത്തെ 1 കോടിയോളം ജനങ്ങളെ ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യാം. അവർക്കൊപ്പമല്ലേ നമ്മൾ നിൽക്കേണ്ടത്? ഇറാന് ഗൾഫ് രാജ്യങ്ങളിലേക്ക് ആക്രമിക്കുന്നത് അങ്ങേയറ്റം ഊളത്തര. അമേരിക്കയെ ആക്രമിക്കാൻ ഭയമുള്ളത് കൊണ്ട് അവിടേക്ക് എത്താൻ പോലും ത്രാണിയില്ലാത്ത ഇറാൻ ഗൾഫ് രാജ്യങ്ങളെ ആക്രമിക്കുക. അതേപോലെ തന്നെ പാകിസ്ഥാൻ ഇപ്പം പറയുന്നു നമ്മുടെ രാജ്യത്തേക്ക് ആക്രമിക്കുമെന്നുള്ളത്. അപ്പോൾ നമ്മൾ നിരന്തരം പറയുന്നത് തന്നെയാണ്, എടുത്തു പറയുന്നത്, ഇറാൻ പ്രേമൊക്കെ ആയിട്ട് നമ്മുടെ കേരളത്തിൽ നടക്കുന്ന ജിഹാദികൾ ഇന്നല്ലേ നാളെ നമ്മുടെ രാജ്യത്തിനും അപകടമാണ് എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട. നരേന്ദ്രമോദി സർക്കാർ ഈ രാജ്യത്തുള്ളിടത്തോളം ഈ രാജ്യത്തേക്ക് ഒരു പരട്ട ഭീകര പാകിസ്ഥാനും ഒരു ചുക്കും ചെയ്യാൻ സാധിക്കുകയില്ല. ലോകത്ത് നമ്മുടെ ഭാരതം അഭിമാനത്തോടുകൂടി നട്ടെല്ല് നിവർത്തി മുന്നോട്ട് പോവുകയും ചെയ്യും. ഇറാൻ പോലും നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയിൽ പ്രതീക്ഷ അർപ്പിച്ച മുന്നോട്ട് പോകുന്നത്. ഇതൊക്കെ ഇറാൻ പ്രേമികളായിട്ടുള്ള ജിഹാദികൾ എങ്ങനെ സഹിക്കും?